കോഴിക്കോട് മുക്കം കറുത്തപറമ്പിൽ ക്വാറിയിൽ ലോറി മറിഞ്ഞ അപകടം. കുടുങ്ങിക്കിടന്ന രണ്ടുപേരെ പുറത്തെടുക്കാൻ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി. അസ്ലം, ഇവരിപ്പോഴും പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണോ? കോഴിക്കോട് മുക്കം കാരശ്ശേരി പഞ്ചായത്തിലെ എള്ളുങ്കൽ എന്ന് പറയുന്ന ഈ കുന്നിലുള്ള ചെങ്കൽ ക്വാറിയാണ്. ചെങ്കൽ ക്വാറിയിൽ കല്ലുമായി വരുന്ന ഒരു നിസാൻ ലോറിയാണ് ക്വാറിക്ക് സമീപം റോഡിലേക്ക് മറിഞ്ഞ് രണ്ടുപേരും, ഡ്രൈവർ പ്രകാശൻ, പോക്കർ എന്ന് പറയുന്ന ജീവനക്കാർ രണ്ടുപേരും കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി പോക്കർ എന്ന് പറയുന്ന ജീവനക്കാരനെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം പ്രകാശൻ എന്ന് പറയുന്ന ഡ്രൈവർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തിന്റെ ഭാഗങ്ങളൊക്കെ മുറിച്ചു മാറ്റി പ്രകാശനെ കൂടി രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ മറ്റ് KCB. കേൾക്കുന്നില്ല? പറയൂ അസ്ലം, കേൾക്കുന്നു. പ്രകാശനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ അവിടെ ക്വാറിയുടെ ഭാഗമായിട്ടുള്ള JCB ഒക്കെ തന്നെ ഉണ്ട്. അതായത് ഈ വാഹനം മറിഞ്ഞ സ്ഥിതിക്ക് JCB ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തിനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതേസമയം ഈ ആളെ പുറത്തിറക്കാനുള്ള പ്രകാശൻ ഡ്രൈവർ സീറ്റിംഗ് ഭാഗത്താണ്. ആ ഭാഗത്തേക്ക് പെട്ടെന്ന് അവിടെ ഉള്ള ആളിനെ എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് മറ്റു ഭാഗങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് പ്രകാശം രക്ഷപ്പെടുത്താനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസും ഫയർഫോഴ്സും മറ്റെല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. എന്തായാലും വൈകാതെ അയാളെ കൂടി രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുണ്ട്. അതേസമയം അയാളുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മറിഞ്ഞ അയാളുടെ ഭാഗത്താണ്, ഡ്രൈവറുടെ ഭാഗത്താണ് വണ്ടി മറിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലുള്ളത്. ഈ പോക്കറിനെ രക്ഷപ്പെടുത്തി വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ വിവരം ഫയർഫോഴ്സിന് ലഭിക്കുന്നത്. ക്വാറിയിൽ നിന്നും ചെങ്കല്ലും എടുത്തുകൊണ്ട് താഴേക്ക് വരെയായിരുന്നു, പുറത്ത് റോഡിലേക്ക് വരികയായിരുന്നു. ആഴമുള്ള ഭാഗമായിരുന്നു. ആ ഭാഗത്തേക്ക് വണ്ടി മറിയുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ചെറിയ വഴിയുമാണ്, മാത്രമല്ല ഒരുപക്ഷെ നിയന്ത്രണം തെറ്റിദ്ധാരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മറിഞ്ഞു കിടന്ന വിവരം ക്വാറിയിൽ നിന്നുള്ള തന്നെ ആൾക്കാർ വിളിച്ചു പറഞ്ഞാണ് ഫയർഫോഴ്സ് എത്തിക്കുന്നത്. ആ സമയത്ത് തന്നെ ആൾക്കാർ അവിടെ ശ്രമങ്ങൾ, നാട്ടുകാരുടെ നേരത്തിൽ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണ് ലോറി മറിഞ്ഞതായ അപകടത്തിൽ കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ്. അസ്ലമാണ് വിവരങ്ങൾ നൽകി.